ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ജ്ഞാനപ്പാന പോലെ ഭക്തിസാന്ദ്രവും ലളിതവുമാണ് പൂന്താനത്തിന്റെ സന്താനഗോപാലം. തനിക്കുണ്ടായ 9 സന്താനങ്ങളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ കൃഷ്ണനോട് സങ്കടം പറയുന്നതാണ് ഇതിലെ ഇതിവൃത്തം. പുത്രദുഃഖത്തിൽ കഴിയുന്ന പൂന്താനത്തിന് ഇതേ വിഷയം വർണ്ണിക്കുമ്പോൾ ആത്മാംശം കൂടിക്കലർത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ. സേതുബന്ധനവേളയിൽ കവികൾ കടലിൽ കല്ല് നിക്ഷേപിക്കുകയായിരുന്നു. അവ വെള്ളത്തിൽ താണുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹനുമാൻ കൊണ്ടിടുന്ന കല്ലുകളൊന്നും താഴുന്നില്ല. കാരണമന്വേഷിച്ചപ്പോൾ കല്ലുകളിലെല്ലാം രാമരാമ എന്ന നാമം കുറിച്ചിരുന്നതായി കണ്ടു. ഇങ്ങനെയാണ് സംസാരസാഗരത്തിൽ നിന്ന് നാമങ്ങൾ നമ്മെ ഉയർത്തി നിർത്തുന്നത്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. സുന്ദരേശ മംഗളം സനാതനായ മംഗളം, സുന്ദരേശ മംഗളം സനാതനായ മംഗളം. ചിന്മയായ സന്മയായ തന്മയായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. സുന്ദരേശ മംഗളം സനാതനായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം, അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം. നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം, നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം. അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം, നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം, അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം. ജഗത് ശിവായ മംഗളം നമഃ ശിവായ മംഗളം, ജഗത് ശിവായ മംഗളം നമഃ ശിവായ മംഗളം. അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം, ജഗത് ശിവായ മംഗളം നമഃ ശിവായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. സുന്ദരേശ മംഗളം സനാതനായ മംഗളം, സുന്ദരേശ മംഗളം സനാതനായ മംഗളം. ചിന്മയായ സന്മയായ തന്മയായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം, അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം. നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം, നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം. ശങ്കരായ 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 മംഗളം,
ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. ഇന്ന് ഗുരുവായൂരിൽ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെല്ലാം ക്രമപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. അത് കൃത്യതയോടെ പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ കഥയമ്മ ഗുരുവായൂരപ്പനും ശങ്കരാചാര്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് വിവരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് നമ്മൾ വിശേഷിക്കുന്ന നമ്മുടെ ധർമ്മം ഇത്രയധികം പരിപോഷിപ്പിക്കപ്പെടാൻ കാരണമായ ഒരു മഹത് വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് അഭിമാനത്തോടു കൂടി ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു സനാതനധർമ്മ വിശ്വാസിയാണ് എന്നൊക്കെ ഈ ലോകത്ത് ഉറക്കെ പറയാൻ സാധിക്കുന്നത്. ഷഡ്മതങ്ങളായിട്ട് വിഭജിച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തെ അദ്വൈത സിദ്ധാന്തം കൊണ്ട് പരിശുദ്ധീകരിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിത്തന്ന ആ ശങ്കര ഭഗവത്പാദരെ നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. കഥയമ്മയുടെ ഇന്നത്തെ ഈ അധ്യായം മുതൽ നമ്മൾ ശങ്കര ഭഗവത്പാദരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏത് കഥയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഒട്ടും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല. ഇന്നേ ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പനും ശങ്കരാചാര്യനും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. ശങ്കര ഭഗവത്പാദരെ ഇകഴ്ത്താനായിട്ട് പലപ്പോഴും ഈ കഥ പറഞ്ഞു കേൾക്കുന്നത് കേൾക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. ഈ കഥയിൽ പറയുന്നത് ശങ്കര ഭഗവത്പാദർ ഒരിക്കൽ അദ്ദേഹത്തിന് ഈ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം സാക്ഷാൽ മഹാദേവന്റെ അംശമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഭഗവത്പാദർ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു ദിവസം. ആ സമയത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമിയുടെ മുകളിലൂടെ കടന്നുപോയി എന്നാണ്. എന്നാൽ അദ്ദേഹം അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് താഴെ ഭഗവാന്റെ ശീവേലി ഗുരുവായൂർ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. പല ആൾക്കാരും വ്യാഖ്യാനിക്കാറുണ്ട്, ശിവേലി നടക്കുന്നത് കണ്ട് അതിനെ വേണ്ടത്ര ഗൗനിക്കാതെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാതെ ശങ്കരാചാര്യർ മുന്നോട്ട് പോയി എന്നും, അങ്ങനെ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാത്തത് കൊണ്ട് ശങ്കര ഭഗവത്പാദരുടെ യോഗശക്തി ഭഗവാൻ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം ഭൂമിയിലേക്ക് പതിച്ചു എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. എന്നാൽ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ഒരേ സമയം ഗുരുവായൂരപ്പനെയും അതേസമയം ശങ്കര ഭഗവത്പാദരെയും നിന്ദിക്കുന്നതാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ശങ്കര ഭഗവത്പാദരെ പോലൊരാൾ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ നമസ്കരിക്കാതിരിക്കുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഗുരുവായൂരപ്പൻ ശങ്കര ഭഗവത്പാദരെ പോലൊരാളുടെ യോഗശക്തി ഇല്ലാതാക്കുക? ഇത് രണ്ടും രണ്ടായിട്ട് കാണുമ്പോഴാണ് ഈ പ്രയാസങ്ങളും ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ശങ്കര ഭഗവത്പാദരിലുള്ള ചൈതന്യവും ഗുരുവായൂരപ്പനിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരിക്കലും ശങ്കര ഭഗവത്പാദരെ അപമാനിച്ചുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനം പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്, അദ്ദേഹം വന്ന് പതുക്കിയൊന്നുമല്ല ചെയ്തത്, അദ്ദേഹം ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് താഴെ ഭഗവാന്റെ ശിവേലി നടക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ഭക്തി ആദരവ് പൂർവ്വം അദ്ദേഹം ആ ശിവേലി നടക്കുന്ന ഭാഗത്തേക്ക് താഴെ വന്ന് ഇറങ്ങി എന്നാണ് വ്യാഖ്യാനിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വ്യാഖ്യാനമായിരിക്കും നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ശങ്കര ഭഗവത്പാദരുടെ യോഗശക്തിയെ ഗുരുവായൂരപ്പൻ ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ധർമ്മത്തെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ സമയത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പ്, ഭഗവാന്റെ ശിവേലി എഴുന്നള്ളിപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള വാതിലിന് സമീപത്താണ് നിന്നിരുന്നത്. അവിടെയാണ് ശങ്കര ഭഗവത്പാദർ വന്നിറങ്ങുന്നത്. അവിടെ വന്നിറങ്ങി അദ്ദേഹം ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം
ഗോവിന്ദാഷ്ടകം എന്ന പേരിലുള്ള പ്രശസ്തമായിട്ടുള്ള കൃതി ഗുരുവായൂരപ്പൻ എഴുതി സമർപ്പിച്ചു എന്നുമാണ് പറയുന്നത്. തീർന്നില്ല, 41 ദിവസം, ഒരു മണ്ഡലകാലം മുഴുവൻ ശങ്കര ഭഗവത്പാദർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്നു എന്നും ഈ 41 ദിവസം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ അദ്ദേഹം തിട്ടപ്പെടുത്തി എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിന്നു പോരുന്ന പൂജാവിധികളുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികളാണ്. അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമങ്ങളും മാറ്റാൻ നമുക്ക് ഒരു തരത്തിലുള്ള അർഹതയില്ല. അദ്ദേഹത്തിൻ്റെ നിയമങ്ങളാണ് ഇന്നും എല്ലാ കാലത്തും ആ ക്ഷേത്രത്തിൽ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഭഗവാന്റെ വടക്കേ വാതിൽമാടത്തിലൂടെ പുറത്തിറങ്ങി ആ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ദ്വാരം, ഒരു സുഷിരം കാണാൻ സാധിക്കും. വിശ്വാസപ്രകാരം ആ ഭാഗത്തേക്കാണ് ശങ്കര ഭഗവത്പാദർ വന്നിറങ്ങിയത് എന്നാണ് സങ്കല്പം. അതിൻ്റെ ഒരു സ്മാരകമായിട്ട്, അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ആ ദ്വാരം ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ശങ്കര ഭഗവത്പാദരുടെ ഒരു പ്രതിമ, ഒരു പൂർണ്ണകായ പ്രതിമ അവിടെ ഒരു തൂണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശങ്കരാചാര്യരുടെ പ്രതിമ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ ഗുരുവായൂരപ്പനെ നമുക്ക് ഇത്രത്തോളം ഭക്തിയോടുകൂടി കാണാനും പൂജിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായത് ആ ഭഗവത്പാദരുടെ കൂടെ പ്രയത്നം കൊണ്ടാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അദ്ദേഹത്തെ ശൈവ സിദ്ധാന്തത്തിൻ്റെ മാത്രം ഉപജ്ഞാതാവാക്കി ചുരുക്കി കാണാതെ അദ്വൈത സിദ്ധാന്തമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു ദേവതയും തമ്മിൽ വലിപ്പച്ചെറുപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ള തത്വം കൂടെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ശീവേലി നടക്കുന്ന സമയത്ത് ഈ വടക്കേ ഭാഗത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് എത്തുന്ന സമയത്ത് ശങ്കര ഭഗവത്പാദരോടുള്ള ആദര സൂചകമായിട്ട് ഒരു നിമിഷം ആ മേളം ഒന്ന് നിർത്തി വയ്ക്കാറുണ്ട് എന്നാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നു. ഭഗവാനെ ഉത്സവകാലത്ത് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്നത് ഇതേ ശങ്കര ഭഗവത്പാദർ വന്നിറങ്ങിയ ആ വടക്കേ വാതിൽമാടത്തിന് സമീപത്തായിട്ടാണ്. കഴിഞ്ഞില്ല, ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപങ്ങളിൽ ഒന്നായിട്ടുള്ള കൃഷ്ണനാട്ടം കളി നടക്കുന്നതും ഇതേ ശങ്കര ഭഗവത്പാദർ വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി തീർന്നിട്ടുള്ള ആ വടക്കേ വാതിൽമാടത്തിലാണ്. അപ്പം എങ്ങനെ നോക്കിയാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ശങ്കരാചാര്യരുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവത്പാദരുടെ കൃപ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഒരു വിഷമം വരുമ്പോൾ, ഒരു സന്തോഷം വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കൈവച്ചുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ അത്രയധികം കാരുണ്യം നമ്മളിലേക്ക് ചൊരിഞ്ഞ ആ ശങ്കര ഭഗവത്പാദരെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹവും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്തേ. പല ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠയായി യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചു കാണുന്നു. ആരാണ് യക്ഷിയമ്മ? മാതൃദേവങ്ങളെ ആരാധിച്ചിരുന്ന കാലം മുതൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദേവതയാണിത്. യക്ഷന്മാർ എന്ന വിഭാഗത്തിലെ സ്ത്രീകളാണ് യക്ഷികൾ. മറ്റു ദേവതകളിൽ നിന്നും ഭിന്നമായി രജസ്, തമസ് എന്നീ ഗുണങ്ങൾ കൂടി ഇവരിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവരെ ഉഗ്ര സ്വഭാവമുള്ളവരായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ആലുവ ശിവക്ഷേത്രമുണ്ടായതിനു പിന്നിൽ പറയപ്പെടുന്ന കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വില്ലുമംഗല സ്വാമിയുമായി ബന്ധപ്പെട്ട കഥയാണ്. വില്ലുമംഗലത്തിന്റെ കൃഷ്ണഭക്തി അപാരമായിരുന്നുവല്ലോ. മനസ വാച കർമ്മണ നിരന്തരം ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന വില്ലുമംഗലത്തിന്റെ ഭക്തിയിൽ ആറാടിയ ഭഗവാൻ
വില്വമംഗലത്തിന് സദാ ദർശനം നൽകാനായി സാക്ഷാൽ ഗുരുവായൂരപ്പനായി വില്വമംഗലത്തിന്റെ തോളിൽ ഇരിപ്പുറപ്പിച്ചു. ഇരുവരും കൂടിയുള്ള ഒരു യാത്രയിൽ തോളിലിരുന്ന ഭഗവാൻ പരിഭവിച്ച് അപ്രത്യക്ഷനായി. ഭഗവാന്റെ ദർശന സൗഭാഗ്യം നഷ്ടപ്പെട്ട വില്വമംഗലത്തിനോട് ഭഗവാൻ അരുൾ ചെയ്തത് ഇപ്രകാരമായിരുന്നു: ഇനി തന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഭഗവാന്റെ ദർശനമുണ്ടാകുമെന്നും പറഞ്ഞു. ഉടൻ തന്നെ വില്വമംഗലം അനന്തൻകാട് അന്വേഷിച്ചുള്ള യാത്രയും തുടർന്നു. യാത്രക്കിടയിൽ ഒരിക്കൽ വില്വമംഗലം ഇന്ന് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുഴയുടെ തീരത്തെത്തുന്നു. വിശാലമായ പുഴക്കരയിൽ വില്വമംഗലത്തിനെ കാത്തിരുന്നത് മറ്റൊരു മഹാദർശന സൗഭാഗ്യമായിരുന്നു. പുഴയുടെ തീരത്തെ വിശാലമായ മണൽപ്പരപ്പിൽ പ്രപഞ്ചനാഥനായ പരമശിവന്റെ ജഡയുടെ സാന്നിധ്യം. തന്റെ ദിവ്യദൃഷ്ടിയാൽ ഭഗവാന്റെ ജഡാദർശനത്തിന്റെ അകമ്പൊരുൾ മനസ്സിലാക്കിയ വില്വമംഗലം സ്വയംഭൂവായ ശിവലിംഗ വിഗ്രഹം കണ്ടെത്തുകയും പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഒരു പിടി വില്വദളം തൃപ്പദം തന്നിലായി അർച്ചിച്ചു പഞ്ചാക്ഷരി ചൊല്ലിടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി പെരിയാർ നിറഞ്ഞും മെലിഞ്ഞും ഒഴുകുന്ന ഈ തീരഭൂമിയിൽ പ്രകൃതിയോട് ചേർന്ന് മഹാദേവൻ കുടികൊള്ളുകയാണ്. കാലാന്തരങ്ങളിലൂടെ ഇത് ആലുവ ശിവക്ഷേത്രമെന്നും ആലുവ ശിവരാത്രി മണൽപ്പുറമെന്നും കർക്കിടകവാവ് ബലികർമാദികൾക്കുള്ള തീരമെന്നും അറിയപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയങ്ങളൊന്നുമില്ലാതെ ജടാധാരിയും ശിരസിൽ ഗംഗയും വഹിച്ച് കഴുത്തിൽ സർപ്പത്തെ ചുറ്റിയും സൃഷ്ടിസ്ഥിതി സംഹാരനാഥനായ ഭഗവാന്റെ നിറസാന്നിധ്യം ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി ഈ തീരഭൂമിയെ മാറ്റിയിരിക്കുന്നു. വില്വാദ്രിനാഥനും മുട്ടോട്ടുനാഥനും നീ തന്നെയല്ല. ഉറ്റവരുടെയും ഉടയവരുടെയും ബലികർമാദികൾക്ക് പേരുകേട്ട ഈ തീരത്തിന് രാമായണ കാലത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട്. അടിയന്റെ ജീവപ്രകാശമല്ലേ വരാഭയമുദ്രയെ. രാവണൻ സീതയെയും അപഹരിച്ച് യാത്ര തുടരുമ്പോൾ രാവണന് മാർഗതടസ്സമായി നിൽക്കുന്ന ജടായു ഒടുവിൽ രാവണന്റെ പ്രഹരമേറ്റ് വീഴുന്ന ജടായുവിന്റെ തലഭാഗം വീണത് ആലുവയിലും ഉടൽഭാഗം വീണ നടുങ്ങല്ലൂർ ഇന്ന് കടുങ്ങല്ലൂർ ആവുകയും വാലുഭാഗം വീണ സ്ഥലം തിരുവാലൂരാവുകയും ചെയ്തു. ജടായുവിന്റെ പതനത്തിന് പ്രതീകമായി കടുങ്ങല്ലൂർ നരസിംഹക്ഷേത്രവും തിരുവാലൂർ ശിവക്ഷേത്രവും ആലുവ ശിവക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാമന് വേണ്ടി മരിച്ചു വീണ ജടായുവിന്റെ മരണാനന്തര കർമ്മങ്ങൾ രാമൻ ചെയ്തതും ഈ പുഴയുടെ തീരത്ത് തന്നെയാണ്. അതുകൊണ്ടാവാം മരണാനന്തര കർമ്മങ്ങൾക്കും ബലികർമാദികൾക്കും മറ്റും കാലം മനുഷ്യരെയും ആത്മാക്കളെയും ഈ പുഴയുടെ തീരത്തേക്ക് തന്നെ എത്തിക്കുന്നത്. കാലത്തിലാണല്ലോ ജനനവും മരണവും ജീവിതവുമെല്ലാം. യുഗാന്തരങ്ങളുടെ പരിണാമങ്ങൾക്ക് വിധേയമാകുന്ന ഭൂമിയിൽ ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ചയ്ക്കും ഒടുക്കത്തിലുമൊക്കെ മൺമറഞ്ഞും ഉയർത്തെഴുന്നേറ്റും ഈ ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു. യുഗങ്ങൾക്കപ്പുറത്തെ മനുഷ്യർ മുതൽ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമുള്ള കഥകൾ വിശ്വസിച്ച് ഈ ക്ഷേത്ര സംസ്കാരങ്ങൾ നിലനിർത്തുന്നുവെങ്കിൽ കാലത്തിനും യുഗത്തിനും മുന്നിൽ ഒരു മൺതരിയോളം വലിപ്പമില്ലാത്ത മനുഷ്യജന്മങ്ങളായ നമ്മളൊക്കെ നശ്വരമായ യുക്തിബോധങ്ങൾ കൊണ്ട് യുഗങ്ങൾക്കപ്പുറത്തെ കഥകൾക്ക് ചോദ്യോത്തരമാകാതെ അനശ്വരമായ ഭക്തിയുടെ അനുഭൂതികളിൽ ലയിച്ചു ചേർന്ന് ഈ പുണ്യതീരത്തിന്റെ വഴികളിലൂടെ നടന്ന് മോക്ഷമാർഗം തിരയുന്നത് തന്നെയല്ലേ ഓരോ മനുഷ്യന്റെയും സുഹൃതം. മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ ഭഗവാന്റെ ശരീരം.
അതുകൊണ്ട് തന്നെ പ്രപഞ്ച പുരുഷനായ ഭഗവാന് ഇവിടെ കൃത്യമായ ഒരു ക്ഷേത്ര സമുച്ചയം ഇല്ല എന്നതാണ് സത്യം. ശംഭോ മഹാദേവ ശിവ ശങ്കര പാതി ഗംഗാധരാഗ പരിശോഭിത. പല കാലഘട്ടങ്ങളിലും ക്ഷേത്ര നിർമ്മാണത്തിനായി നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു. ക്ഷേത്ര മന്ദിരങ്ങൾ ഉയരുമ്പോഴേക്കും കുത്തിയൊഴുകുന്ന പുഴ അതിനെ തകർത്തെറിയുകയും ചെയ്യുന്നു. പ്രളയത്തിൽ തകിടം മറിയുന്ന ക്ഷേത്ര നിർമ്മാണത്തിന്റെ പുനർചിന്തകൾ ഒടുവിൽ നിർത്തിവെക്കുകയായിരുന്നു. ദേവപ്രശ്നത്തിൽ ഒരു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഇരിക്കുവാൻ ഭഗവാന് കഴിയില്ല എന്ന തിരിച്ചറിവിൽ പ്രകൃതിയുടെ സർവ്വതാണ്ഡവങ്ങൾക്കും സാക്ഷിയായി ഭഗവത് സ്വരൂപം അറിയുവാനായി ഈ കാണുന്ന മണ്ഡപം മാത്രമായി ക്ഷേത്രം നിലനിൽക്കുന്നു. തന്റെ ജടകൾ ഈ തീരം മുഴുവൻ വിരിച്ചിട്ട് പുഴയിലും കരയിലുമായി നിറഞ്ഞമർന്നു കിടക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തെ എങ്ങനെയാണ് ഒരു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒതുക്കുവാൻ കഴിയുക? പരമേശ്വരാ നിൻ തിരുമാറിൽ മാല്യങ്ങൾ മണിനാഗമല്ലേ തൃക്കൈയിൽ കുടിതാള. ശിവനെ തന്നെ സദാസമയവും നോക്കിക്കൊണ്ട് ശ്രീകോവിലിന് മുമ്പിലുള്ള മണ്ഡപത്തിൽ നന്ദിദേവൻ ഇരിപ്പുണ്ട്. ശിവാഗമങ്ങൾ മറ്റുള്ളവരിലേക്ക് അരുൾ ചെയ്യുന്നത് നന്ദിദേവനാണല്ലോ. അതുകൊണ്ട് തന്നെയാവാം മിക്ക ഭക്തജനങ്ങളും നന്ദിദേവന്റെ ചെവിയിൽ അവരുടെ പ്രാർത്ഥനകളും സാഫല്യങ്ങളുമൊക്കെ ശബ്ദം താഴ്ത്തി മന്ത്രജപം പോലെ പറയുന്നത്. വിളങ്ങും ശ്രീ പാർവതീശാമ. ആലുവ ശിവക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പുരാതന കാലം മുതലേ സർവ്വമതത്തിൽപ്പെട്ട ആൾക്കാർക്കും വന്ന് പ്രാർത്ഥന നടത്താം എന്നതാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിന് ജാതിയോ മതമോ വർഗമോ ദേശമോ കാലമോ ഒന്നും തന്നെയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആലുവ ക്ഷേത്രവും ഈ പ്രകൃതിയുമൊക്കെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാനുള്ള യഥാർത്ഥ ഈശ്വര സങ്കല്പങ്ങളായി തന്നെ നിലകൊള്ളുന്നു. തിടമ്പ് സൂക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് എല്ലാ ദിവസവും തിടമ്പെഴുന്നള്ളിച്ച് ശിവലിംഗ പ്രതിഷ്ഠയോട് ചേർത്ത് പൂജ ചെയ്യുന്നു. ക്ഷേത്ര ദർശന സമയം കഴിയുമ്പോൾ തിടമ്പ് യഥാസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഓരോ ഋതുക്കളിലും പുഴയുടെ ഒഴുക്കിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് ക്ഷേത്ര അന്തരീക്ഷങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. വർഷകാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴയിൽ ക്ഷേത്രം മുങ്ങി നിൽക്കുമ്പോൾ ഭഗവാന് ആറാട്ടാണ്. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടുത്തെ പൂജയാകണം. പെരിയാറിന്റെ ഒഴുക്കിനനുസരിച്ച് തന്നെയാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളും മറ്റു മഹോത്സവങ്ങളും നടക്കുന്നത്. ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ കൃത്യമായ പൂജാതി കർമ്മങ്ങളില്ലതാനും. വർഷത്തിലെ ചില മാസങ്ങളിൽ മാത്രമാണ് മിക്ക പൂജകളും നടത്തപ്പെടുന്നത്. ആലുവ ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിനെ പ്രശസ്തമാക്കുന്ന മറ്റൊരു ഉത്സവം. തലമുറകളായി നാം കേട്ടു വളരുന്ന ഗ്രഹാതുരമായ വാക്ക് തന്നെയാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം. കലിയുഗം വാഴ്ത്തും കാരുണ്യമല്ലേ തിരുപദം അവിരതം അകമിതിൽ ഉണരുവാൻ കനിയണേ സ്മരഹരാദേവ. പെരിയാറിന്റെ ഒഴുക്കുകളെ അതിശയിപ്പിച്ചുകൊണ്ട് ശിവരാത്രി ദിവസം ഇവിടെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങുകയായി. ശിവരാത്രി വ്രതം നോറ്റ് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ആത്മാവ് തേജോമയമാകുവാൻ ആയിരങ്ങളാണ് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. ശംഭോ മഹാദേവ ശിവ ശങ്കര. മംഗളവാദ്യങ്ങളും ദീപാലങ്കാരങ്ങൾ കൊണ്ടും ഗാനാർച്ചനകൾ കൊണ്ടും ധ്യാനം കൊണ്ടും ഉറക്കമിളച്ച് വ്രതം നോക്കുന്ന കർമ്മനിരതരായ ഭക്തജനങ്ങൾക്ക് സർവപാപങ്ങളിൽ നിന്നും മോചിതരാകുവാൻ വേണ്ടി ഭഗവാന്റെ ചൈതന്യം മുഴുവൻ ഈ മണൽപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഒരു 100,000 ആത്മാക്കൾ ക്ഷേത്രത്തിന് ചുറ്റും ബലിക്കാക്കകളുടെ രൂപത്തിൽ പറന്നു നടക്കുമ്പോൾ ഭൂതഗണങ്ങളുടെ രൂപത്തിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇരുൾ പരക്കുകയായി. ശിവോത്തമം ശിവമാർഗ പ്രണേതാരം. ഇനി ഈ രാത്രിയിൽ
ആലുവ ക്ഷേത്രത്തിന്റെ തീരങ്ങളിൽ ജഡനിവർത്തി ഭഗവാന്റെ മഹാരൂപം നിറയുമ്പോൾ മാനുഷേന്ദ്രിയങ്ങൾക്ക് അറിയാൻ കഴിയാത്ത മായാവിലാസങ്ങളിൽ ക്ഷേത്രവും പരിസരവും എത്തിച്ചേരുന്നുണ്ടാവാം. പുത്തൻ അറിവുകളും പുത്തൻ സന്ദേശങ്ങളും നമ്മുടെ മനസ്സിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നവീകരണത്തിന്റെ സാക്ഷാത്കാരമാണ് സന്ധ്യാദീപത്തിന്റെ ലക്ഷ്യം. ആ ഉദ്ദേശത്തോടെ നടത്തുന്ന പരിഷ്കരണങ്ങൾ ഏവർക്കും പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.